+1 റിസൾട്ട് എന്ന് വരും. ജൂലൈ 15 വരുമെന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ജൂലൈ 15 റിസൾട്ട് വന്നിട്ടില്ല. ഇനി പുതിയ ഡേറ്റ് എന്നാണെന്നുള്ള സംശയം പല കുട്ടികൾക്കും ഉണ്ട്. അത് ക്ലിയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിന് നമ്മുടെ പേജ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. വെൽക്കം ടു എഡ്യൂപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. മക്കളെ +1 റിസൾട്ട് ജൂലൈ 15 വരുമെന്ന് പറഞ്ഞു. പക്ഷേ ജൂലൈ 15 ഞാൻ വെബ്സൈറ്റിൽ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ അതിന് അപ്ഡേറ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതായത് കേരള എക്സാമിനേഷൻ റിസൾട്ട് പോർട്ടൽ എന്ന് പറയുന്ന ഈ ഒരു പോർട്ടലിലാണ് നിങ്ങളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരിക. അപ്പോൾ ഇതിൽ പുതിയ റിസൾട്ട് ഡേറ്റിൻ്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും നമ്മൾ ചില ടീച്ചേഴ്സിനോടും അതേപോലെ ചില ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് പറയുന്നത് എന്നാടാ ജൂൺ 17 അഥവാ ജൂൺ 17 വെള്ളിയാഴ്ച റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മക്കളെ, ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ്, ഇതൊരു ഒഫീഷ്യൽ ഡേറ്റ് ഒന്നല്ല, ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്നാണ് ജൂൺ 17 വെള്ളിയാഴ്ച റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, കേരള എക്സാമിനേഷൻ റിസൾട്ട് പോർട്ടൽ എന്ന് പറയുന്ന ഈ ഒരു പോർട്ടലിലാണ് നിങ്ങളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും വരും. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വരെ ഈ സൈറ്റിൽ നോക്കിയപ്പോൾ നിങ്ങളുടെ +1 റിസൾട്ടിൻ്റെ ഒരു അപ്ഡേറ്റും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അതിലൂടെ മിക്കവാറും ജൂൺ 17 ചിലപ്പോൾ അതിന് ശേഷമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജൂൺ 17 അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഏതെങ്കിലും ദിവസമോ ആയിരിക്കും നിങ്ങളുടെ +1 റിസൾട്ട് വരിക. അപ്പോൾ +1 റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഉണ്ടോ ഞാൻ ചോദിക്കുന്നില്ല. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എഴുതിയതിനനുസരിച്ചുള്ള മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അതേപോലെ നിങ്ങൾക്ക് അവകാശമില്ലാത്ത ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതിയതിനനുസരിച്ചുള്ള മാർക്ക് എന്തായാലും കിട്ടും. ഇനി +1 റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. 3 വിഷയങ്ങളായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം 3 എണ്ണമാണ് എഴുതാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് +1 റിസൾട്ട് വന്നതിന് ശേഷം ചില വിഷയങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. എങ്ങനെ? എഡ്യൂപോഡിൻ്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ. നിങ്ങൾ എഡ്യൂപോഡിൻ്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനുള്ള 3 വിഷയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് പഠിക്കാം. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. മക്കളെ, നിങ്ങൾ +1 മാർക്ക് കുറഞ്ഞു, +1 മാർക്ക് കൂട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആണ്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഡ്യൂപോഡിൻ്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ സൂപ്പർ ബാച്ചിൻ്റെ ഫീസും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തൊന്ന് മെസ്സേജ് അയച്ചോ, ബാക്കി നമുക്ക് സെറ്റാക്കാം. അപ്പോൾ കമൻറ്റ് ബോക്സിലെ ഫോം ഫില്ല് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ +1 റിസൾട്ട് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ജൂൺ 17 ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. ചിലപ്പോൾ അതിന് ശേഷം ആവാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.